Hello guys, welcome back to Sideline Football. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിൽ സ്പോർട്ടിംഗ് ലിസ്ബൺ വേഴ്സസ് ആഴ്സണൽ മത്സരത്തെ കുറിച്ചാണ്. ആഴ്സണലിന്റെ ഈ ഒരു സീസണിൽ വൺ ഓഫ് ദി സ്ട്രോങ് പെർഫോമൻസ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു മത്സരമായിരുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ കുറെ കാലമായിട്ടുള്ള ആഴ്സണലിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് റിസൾട്ട് തന്നെയായിരുന്നത്. സോ പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് ലിസ്ബണിന്റെ ഹോം ഗ്രൗണ്ടായ എസ്താഡിയോ ജോസെ അൽ വെലാദയിൽ നടന്ന മത്സരത്തിൽ 5-1 എന്നുള്ളൊരു ഭീമമായ സ്കോർ ലൈനിലാണ് ആഴ്സണൽ സ്പോർട്ടിങ്ങിനെ തകർത്തു വിട്ടത്. സോ മത്സരത്തിൽ ആദ്യം തന്നെ ലൈനപ്പ് കാര്യങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ റൂബൻ അമോറിം വിട്ടിട്ട് പോയ സ്പോർട്ടിങ് ഇപ്പോഴും 3-4-2-1 ഫോർമേഷനിൽ തന്നെയാണ് മത്സരങ്ങളിൽ അണിനിരക്കുന്നത്. ആഴ്സണലാണെങ്കിൽ അവരുടെ സ്ഥിരം 4-3-3 ഫോർമേഷനിലാണ്. ആഴ്സണലിന്റെ ഈ സീസണിലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ലൈനപ്പ് എന്ന് തന്നെ പറയാൻ പറ്റും. ബെൻവേറ്റൊക്കെ ഓൾറെഡി ഇഞ്ചേർഡ് ആണെങ്കിലും മറ്റുള്ള പ്ലേയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ആഴ്സണലിന്റെ ഒരു സ്ട്രോങ് ലൈനപ്പ് തന്നെയാണ് സീസണിൽ ഇതുവരെ ഉള്ളതിൽ. ഇനി മത്സരം നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ്, ആഴ്സണൽ ഈ സീസണിൽ കളിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് ഹാഫ് 45 മിനിറ്റ്സ് എന്ന് പറയേണ്ടി വരും. അത്രയ്ക്കും ഡോമിനൻസ് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ആഴ്സണലിന് സ്പോർട്ടിങ്ങിന്റെ സ്റ്റേഡിയത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തുടക്കം തുടങ്ങി തന്നെ എസ്പെഷ്യലി ആ റൈറ്റ് വിങ് സാക്കയും ഒരേഗാർഡും ആ ഒരു കോംബോ, നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ ഒരു കോംബോനെ പറ്റി. അവരുടെ ആ ഒരു കോമ്പിനേഷനും അതിൻ്റെ ഒരു ഇടയിലേക്ക് ജൂലിയൻ ടിംബറും കൂടി എത്തുമ്പോൾ ആ ശരിക്കും ഒരു റൈറ്റ് വിങ്ങിലൊരു അട്ടർ ഡോമിനേഷൻ തന്നെയായിരുന്നു ആഴ്സണലിന്റെ വക. ആഴ്സണലിന്റെ ആദ്യത്തെ 2 ഗോൾ വന്നത് ഈ റൈറ്റ് വിങ്ങിൽ ഡോമിനേഷനിൽ നിന്ന് തന്നെയാണ്. ആദ്യം വന്ന് 7ാമത്തെ മിനിറ്റിൽ ജൂലിയൻ ടിംബർ വെച്ചെടുക്കുന്ന ക്രോസ് ആണ്. സ്ട്രൈക്കറായിട്ട് കളിച്ചിരുന്ന ഹാവേർട്സിന് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിച്ചിരുന്ന മാർട്ടിനസ് അത് പിറകെ വന്ന് കൂളായിട്ട് ഫിനിഷ് ചെയ്യുന്നു ചെയ്തത്. അതേപോലെ 22ാമത്തെ മിനിറ്റിൽ തോമസ് പാർട്ടി റൈറ്റ് വിങ്ങിലേക്ക് ബോക്സിലേക്ക് ഒന്ന് ലോഫ്റ്റഡ് ആയിട്ട് വെച്ച് കൊടുക്കുന്ന ബോൾ ഓടിക്കേറി എടുക്കുന്നത് സാക്കയാണ്. സോ ഗോൾ കീപ്പർ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യാൻ ഓടിക്കേറി വന്നു. ഗോൾ കീപ്പറിന്റെ കാലുകളുടെ ഇടയിലൂടെ സാക്ക വെച്ച് കൊടുക്കുന്ന പന്ത് ഒരു ഓപ്പൺ നെറ്റിലേക്ക് ഹാവേർട്സ് വളരെ കൂളായിട്ട് ഫിനിഷ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ആ 2 ഗോളുകളും വന്നത് ആ ഒരു റൈറ്റ് വിങ്ങിൽ നിന്ന് തന്നെയായിരുന്നു. ആഴ്സണലിന്റെ മിഡ്ഫീൽഡേഴ്സ് ഫസ്റ്റ് ഹാഫിൽ ശരിക്കും പ്രാക്ടീസ് മാച്ച് കളിക്കുന്ന ലാഘവത്തോടെയാണ് കളിച്ചിരുന്നത്. ഒരു പ്രഷറും ഇല്ലാതെ, എന്താ പറയാ, ഡെക്ലാൻ റൈസ്, തോമസ് പാർട്ടി, മാർട്ടിൻ ഒഡെഗാർഡ് പൂണ്ട് വിളയാട്ടമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ശരിക്കും ഇവരുടെ. ഒഡെഗാർഡൊക്കെ ഓടിക്കളിക്കുമ്പോൾ പിടിച്ചു കെട്ടാൻ പോലും സ്പോർട്ടിങ്ങിന്റെ പ്ലേയേഴ്സ് നന്നായിട്ട് പാടുപെട്ടിരുന്നു. സ്പോർട്ടിംഗ് പ്ലേയേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടി വിങ്സിലൂടെ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിച്ചിരുന്നത്. പക്ഷെ ഇതിനെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ആഴ്സണൽ ചെറുത്ത് നിർത്തിയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യം നോക്കിയത് ആഴ്സണലിന്റെ പ്രസ്സിംഗ് ഫോർമേഷനാണ്. യൂഷ്വലി കാണാറ് ആഴ്സണൽ ഒരു 4-4-2 ഫോർമേഷനിലാണ് ഓഫ് ദ ബോൾ പ്രസ്സിംഗ് നടത്താറ്. ഇപ്പോൾ ഫ്രണ്ട് ലൈനിൽ നോക്കുകയാണെങ്കിൽ മാർട്ടിൻ ഒഡെഗാർഡും സ്ട്രൈക്കറായ ഹാവേർട്സ് ആയിരിക്കും ആ ഒരു പ്രസ്സിങ്ങിന്റെ ചുമതല ഏൽക്കാറ്. പക്ഷേ ഈ ഒരു കഴിഞ്ഞ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 4-2-4 ഫോർമേഷനിലാണ് പ്രസ്സിങ് കാണാൻ സാധിച്ചിരുന്നത്, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ. സോ ഫ്രണ്ട് ലൈനിൽ തന്നെ പ്രസ്സിങ് അത്യാവശ്യം എഫക്റ്റീവ് ആവുന്ന രീതിയിൽ മിഡ്ഫീൽഡിലേക്ക് പന്ത് അധികം കടത്തി വിടാതെ തരത്തിലുള്ള പ്രസ്സിങ്ങിലേക്കാണ് ആഴ്സണൽ ശ്രമിച്ചത്. അത് ഫലം കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുറച്ചും കൂടി വേഗത്തിൽ പാസ് കളിച്ച് മിഡ്ഫീൽഡിലേക്ക് പന്ത് എത്തിക്കണം, അല്ലെങ്കിൽ അറ്റാക്ക് കുറച്ചും കൂടി സ്പീഡിലാക്കേണ്ട ഒരു സാഹചര്യം വരുമായിരുന്നു സ്പോർട്ടിംഗ് പ്ലേയേഴ്സിന്. ഫസ്റ്റ് ഹാഫിൽ അവർക്ക് തന്നെ സാധിച്ചില്ല. സോ ആഴ്സണൽ പ്ലേയേഴ്സ് ലിറ്ററലി മിഡ്ഫീൽഡിലും അറ്റാക്കിങ്ങിലും ആ ഒരു ഡോമിനേഷൻ, അല്ലെങ്കിൽ ബോളിന്റെ മേലുള്ള ഒരു പൊസഷൻ ഡോമിനേഷൻ അവർ ഏറ്റെടുക്കുകയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ മൊത്തം. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കാറായി ഒരു 45 മിനിറ്റും കഴിഞ്ഞ് ആഡഡ് ടൈമിലാണ് 3ാമത്തെ ഗോൾ ആഴ്സണലിൽ വരുന്നത്. അതൊരു സെറ്റ് പീസ് ഗോളാണ് ഫോർ സെറ്റ് പീസ് FC ആഴ്സണൽ. കോർണർ എടുത്ത ഡെക്ലാൻ റൈസ് ആയിരുന്നു. ഒരു ടെക്സ്റ്റ് ബുക്ക് ആഴ്സണൽ കോർണർ തന്നെ പറയേണ്ടി വരും. കാരണം ഗോൾ നേടിയത് ഡിഫൻഡറായ ഗബ്രിയേലായിരുന്നു. അദ്ദേഹം പെനാൽറ്റി സ്പോട്ടിൽ കാത്തു നിൽക്കും. അവിടുന്ന് പന്ത് ടച്ച് ചെയ്തതിന് ഉടനെ ഓടി ഫസ്റ്റ് ബോക്സിലേക്ക് എരച്ചു കയറുന്ന ഒരു കാഴ്ച സ്ഥിരം കാണാം. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്സണൽ മാൻ സിറ്റി മാച്ചിലെല്ലാം ഇതേ സിനാരിയോ നമ്മൾ കണ്ടതാണ്. സെയിം അവസ്ഥ തന്നെ. പക്ഷെ വളരെ കൂളായിട്ട് അദ്ദേഹം അത് ഫിനിഷ് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 3-0 എന്നുള്ള സ്കോർ ലൈനിൽ ആഴ്സണൽ എത്തി. ഏറെക്കുറെ മത്സരത്തിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം തന്നെ ആഴ്സണൽ ഉറപ്പിച്ചിരുന്നു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ. ഇതിലിപ്പോൾ സ്പോർട്ടിങ്ങിന്റെ എടുത്തു പറയാവുന്ന ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ വിങ്സിയുടെ അറ്റാക്സ് അധികം അവർക്കത് എഫക്റ്റീവ് ആക്കാൻ കഴിഞ്ഞില്ല. സോ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് തൊട്ടും ഈ 3ാമത്തെ ഗോൾ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് വിങ് ബാക്കായ ക്വെൻഡ എടുക്കുന്ന ഒരു ബോക്സിന് എഡ്ജിന് എടുക്കുന്ന ഒരു ഷോട്ടാണ് അവർക്ക് പറയാവുന്ന ഒരു നല്ലൊരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിൽ ഓൺ ഗോൾ. പക്ഷെ അത് ശരിക്കും അതോ ടാർഗറ്റിന് പുറത്തേക്കായിരുന്നു. പക്ഷെ ഡേവിഡ് റായ അത് അത്യാവശ്യം ടച്ച് ചെയ്ത് പുറത്തേക്ക് കളയാണ് ചെയ്തത്. സോ അതാണ് സ്പോർട്ടിങ്ങിന് ആകെ
ഫസ്റ്റ് ഹാഫിൽ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ പറയാവുന്ന ഒരു നല്ലൊരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ആഴ്സണലിന്റെ കാലുകളിൽ തന്നെയായിരുന്നു. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് ആയപ്പോഴേക്കും സ്പോർട്ടിങ് ചെറുതായിട്ട് കാര്യങ്ങൾ ഇത്തിരി ചേഞ്ച് വരുത്തി. ഇതൊരു 15 മിനിറ്റ് അതിന്റെ ചേഞ്ച് അവർക്ക് ഗ്രൗണ്ടിൽ കാണിക്കാനും പറ്റിയിരുന്നു എന്നുള്ളതാണ്. കുറച്ചും കൂടി വേഗത്തിൽ ഡിഫൻസിൽ നിന്ന് പാസുകൾ കളിച്ച് മിഡ്ഫീൽഡിലേക്കും പന്തെത്തിച്ച് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അവർ കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറി കളിച്ചായിരുന്നു. അതും എടുത്തു പറയേണ്ട ഒരു വിങ്സിൽ കൂടെ എന്നുള്ളതിന് പകരം സെൻട്രലി അറ്റാക്ക് ചെയ്യാനാണ് അവർ കുറച്ചും കൂടി ശ്രമിച്ചത്. അത് അവർക്ക് ഫലവും കണ്ടു എന്നുള്ളതാണ്. കാരണം 47ാമത്തെ മിനിറ്റിൽ അവരുടെ ഫസ്റ്റ് ഗോൾ വന്നത് അങ്ങനെയാണ്. അവരുടെ സ്പോർട്ടിങ്ങിന്റെ ഒരു അറ്റംപ്റ്റ് ഡേവിഡ് റായ സേവ് ചെയ്യുകയും അതിൽ നിന്ന് വന്നൊരു കോർണറിൽ നിന്നാണ് ഗോൺസാലോ ഇനാഷിയോ ആ ഗോള് സ്കോർ ചെയ്യുന്നത്. ശരിക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ ആഴ്സണൽ തടയാമായിരുന്നു. പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോർണർ വന്നപ്പോൾ ഇനാഷിയോന്റെ കൂടെ ഓടിയിരുന്നത് കലഫ്യൂറി ആയിരുന്നു. സോ കലഫ്യൂറി ഓടുന്ന വഴി പകുതിക്ക് വെച്ച് തട്ടിത്തടഞ്ഞ് അല്ലെങ്കിൽ തെന്നി അടിച്ച് അങ്ങനെ വീണു. അദ്ദേഹം താഴെ വീണ് പോകുന്നുണ്ട്. സോ ഒരു ഗോൺസാലോ ഇനാഷിയോ ഒരു ഫ്രീ മാൻ ആവുകയും അദ്ദേഹത്തിന് കൂളായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുകയാണ് ചെയ്തത്. സോ ആ ഒരു തട്ടി വീഴലുണ്ടായിരുന്നില്ല മേ ബി കലഫിയറി ഒരു പ്രഷർ കൊടുക്കുകയും ആ ഒരു അവസരം മേ ബി സ്പോർട്ടിങ്ങിന് മിസ്സായനെ. എനിവേ അതായിരുന്നു സ്പോർട്ടിങ്ങിന്റെ ഒരു ആകെയുള്ളൊരു ഗോൾ മത്സരത്തിൽ. മേ ബി സിറ്റിക്കെതിരെ നടന്ന പോലെ ഒരു തിരിച്ചുവരവ് മേ ബി പ്രതീക്ഷിച്ചിട്ടുണ്ടാവും മേ ബി സ്പോർട്ടിങ് ഫാൻസ്. ആ ഒരു ഗോൾ വന്ന സമയത്ത് പ്ലേയേഴ്സും ഫാൻസും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ എക്സ്പെക്ടേഷൻസ് അല്ല 65ാമത്തെ മിനിറ്റിൽ തന്നെ ആഴ്സണൽ കാറ്റിൽ പറത്തി എന്നുള്ളതാണ്. 65ാമത്തെ മിനിറ്റ് ആയപ്പോഴേക്കും മാർട്ടിൻ ഒഡഗാർഡിനെ ഡിയമാൻഡെ എന്ന് പറയുന്ന ഡിഫൻഡർ, സ്പോർട്ടിങ് ഡിഫൻഡർ ബോക്സിനകത്ത് വെച്ച് ഫൗൾ ചെയ്യുന്നുണ്ട്. ബോളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. നേരെ മാർട്ടിൻ ഒഡഗാർഡിന്റെ കാലിലേക്ക് സ്ലൈഡ് ചെയ്ത് കയറുമായിരുന്നു പ്ലെയർ. സോ അപ്പം തന്നെ റഫറി നല്ലൊരു പൊസിഷനിലായിരുന്നു. അതേ അപ്പം തന്നെ പെനാൽറ്റി വിളിച്ചു. VAR ചെക്ക് എടുത്ത് ചെയ്ത് പെനാൽറ്റി തന്നെയാണെന്ന് കൺഫേം ചെയ്തു. പെനാൽറ്റി എടുത്ത് ബുക്കായോ സാക്ക ആയിരുന്നു. ഒരു കുറ്റം പറയാണ്ടായില്ല. വളരെ നീറ്റായിട്ട് അദ്ദേഹം അത് ഫിനിഷ് ചെയ്തു. നല്ലൊരു എന്താ പറയുക, ഗോൾ കീപ്പർക്ക് ഒരു ചാൻസും കൊടുക്കാത്തൊരു പെനാൽറ്റി തന്നെയായിരുന്നു. പെർഫെക്റ്റ് പെനാൽറ്റി തന്നെയായിരുന്നു അത്. ശരിക്കും ആ ഒരു ഡിയാമാൻഡയുടെ ഒരു ഫോളിനെ പറ്റി പറയേണ്ടതുണ്ട്. കാരണം മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു മഞ്ഞക്കാട് മേടിച്ച പ്ലെയറാണ് അദ്ദേഹം. സെൻട്രൽ ഡിഫൻഡറാണ് അദ്ദേഹം. 3 മാൻ ഡിഫൻസിലെ സെൻട്രൽ ഡിഫൻഡർ ആയിരുന്നു അദ്ദേഹം. സോ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ബ്ലാറ്റൻ ചലഞ്ച് അദ്ദേഹം നടത്തിയത്. സോ സെക്കൻഡ് എല്ലോ കൊടുത്ത് കയറ്റി വിടേണ്ട കേസാണ്. കാരണം ബോളിന് ഒരു അറ്റംപ്റ്റ് ആയിരുന്നിരുന്നത്. ഒഡഗാർഡിന്റെ കാലുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് ഇരച്ച് കയറുകയായിരുന്നു അദ്ദേഹം. സോ ഒരു സെക്കൻഡ് മഞ്ഞക്കാട് കൊടുത്ത് റെഡ് കാർഡ് കൊടുത്ത് കയറ്റി വിടേണ്ട കേസാണ്. പക്ഷെ റെഫറി എന്തുകൊണ്ടോ അദ്ദേഹത്തിന് കൊടുത്തില്ല റെഡ് കാർഡ്, അല്ലെങ്കിൽ 2ാമത്തെ മഞ്ഞക്കാർഡ് കൊടുത്തില്ല. അദ്ദേഹം മത്സരത്തിൽ തുടർന്നു. അതിനുശേഷം 82ാമത്തെ മിനിറ്റ് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ട്രൊസാർഡ്, പകരക്കാരനിറങ്ങിയ ട്രൊസാർഡ് 5ാമത്തെ ഗോളും അടിച്ച് മത്സരം തീർപ്പാക്കി എന്നുള്ളതാണ്. പകരക്കാരനായി മറ്റൊരു പകരക്കാരനായി ഇറങ്ങിയ മിക്കേൽ മെറീനോ എടുത്തൊരു ഷോട്ടാണ്. അത് സ്പോർട്ടിംഗ് ഗോൾ കീപ്പറായ ഇസ്രയേൽ അദ്ദേഹം തടഞ്ഞു. അതിനുശേഷം ആ പന്ത് കിട്ടിയത് നേരെ ട്രൊസാർഡിനായിരുന്നു. അദ്ദേഹം വെറുതെ ഒരു കംഫർട്ടബിൾ ഹെഡർ ഓപ്പൺ നെറ്റിലേക്ക് കൊടുത്ത് ആ മത്സരം അങ്ങ് സീൽ ചെയ്തു എന്നുള്ളതാണ്. ഇനി മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആഴ്സണൽ മിഡ്ഫീൽഡിൽ സ്പേസസ് കണ്ടെത്തി എന്നുള്ളതാണ്. നല്ല രീതിയിൽ മിഡ്ഫീൽഡിൽ ഇപ്പോൾ എന്താ പറയുക, എസ്പെഷ്യലി മിഡ്ഫീൽഡ് ഒഡഗാർഡ് എല്ലാം നല്ല രീതിയിൽ മിഡ്ഫീൽഡ് സ്പേസസ് കണ്ടെത്തി അറ്റാക്കിങ് മെനയാനായിട്ട് ആഴ്സണൽ പ്ലേയേഴ്സിന് നല്ല രീതിയിൽ സ്പേസും ടൈമും സ്പോർട്ടിംഗ് പ്ലേയേഴ്സ് കൊടുത്തു എന്നുള്ളതാണ്. എസ്പെഷ്യലി സ്പോർട്ടിങ്ങിന്റെ ഡിഫെൻസീവ് ലൈൻ വളരെ എന്താ പറയുക അൺസ്റ്റേബിൾ ആയിരുന്നു തന്നെ പറയേണ്ടി വരും. ഒരു കോമ്പാക്ട്നെസ് ഇല്ലാതെയായിരുന്നു അവരുടെ പെർഫോമൻസ്. ആഴ്സണലിന്റെ എഫക്റ്റീവ് ഗെയിമിന് മുമ്പിൽ ശരിക്കും സ്പോർട്ടിങ്ങിന്റെ പ്ലേയേഴ്സ് പതറിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അതിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു മേജർ കാര്യം എന്ന് പറയുന്നത് ഗോയ്ക്കേഴ്സിന്റെ പെർഫോമൻസ് ആണ്. എല്ലാവർക്കും അറിയാം, ഒരു ഗോൾ മെഷീനാണ് സ്പോർട്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ഇപ്പോൾ യൂറോപ്പിലെല്ലാം ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഗോയ്ക്കേഴ്സ്. പക്ഷെ ആ ഒരു കളിക്കാരനെ ശരിക്കും ആഴ്സണൽ ഡിഫൻസ് നല്ല വൃത്തിക്ക് കൂട്ടി എന്നുള്ളതാണ്. ഗബ്രിയേൽ സാലിബ കൂട്ടുകെട്ടെല്ലാം വളരെ നന്നായി അദ്ദേഹത്തെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തി. എസ്പെഷ്യലി ഗബ്രിയേൽ നല്ല പെർഫോമൻസ് ആണ് ഗബ്രിയേൽ നടത്തിയത്. എനിക്കത് മത്സരത്തിന്റെ അവസാനം എത്തുമ്പോൾ ഒരു ഷോട്ട് ഓൺ ക്രോസ് ബാർ, അതാണ് ഗോയ്ക്കേഴ്സിന്റെ ആകെ സംഭാവന എന്ന് തോന്നുന്നു മത്സരത്തിൽ. വേറെ കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ ഗോയ്ക്കേഴ്സിന് കഴിഞ്ഞില്ല. ഇടയ്ക്കിടെ ഇറങ്ങി ഒന്ന് പന്തെടുക്കും, പക്ഷേ അവസാനം ആഴ്സണൽ ഡിഫൻസ് അത് കറക്റ്റായിട്ട് ഡീൽ ചെയ്ത് വിടുകയായിരുന്നു ചെയ്തിരുന്നത്. ഫസ്റ്റ് ഹാഫിലൊന്നും ഗോൾ കീപ്പറായ ഡേവിഡ് റായ്ക്ക് വലിയ വർക്ക് റേറ്റ് ഉണ്ടായിരുന്നില്ല. നേരത്തെ ഞാൻ ആ പറഞ്ഞൊരു ഷോട്ട് അല്ലാണ്ട് ഫസ്റ്റ് ഹാഫിന്റെ അവസാനം. സെക്കൻഡ് ഹാഫിലേക്ക് അങ്ങനെയല്ല, കുറച്ചും കൂടി സേവ്സും കാര്യങ്ങളൊക്കെ മത്സരത്തിന്റെ തൊട്ടവസാന നിമിഷം വരെ ഒരു സേവ് ഒക്കെ നടത്തേണ്ടി വന്നായിരുന്നു ഡേവിഡ് റായ്ക്ക്. എനിവേ ഡേവിഡ് റായുടെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ആ ഒരു ഗോൾ ഒഴിച്ച് നിർത്തുകയാണെങ്കിൽ. ടോട്ടലി പറയുകയാണെങ്കിൽ ആഴ്സണലിന് ഈ പോർച്ചുഗൽ സൈഡ്സുമായിട്ട് അത്ര നല്ല റെക്കോർഡല്ല. സോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ ചാമ്പ്യൻസ് ലീഗിൽ വളരെ നല്ലൊരു റിസൾട്ട് തന്നെയാണ് ആഴ്സണലിന്റെ. ഇങ്ങനെയാണ് ആഴ്സണലിനെ കാണാനായിട്ട് ഫാൻസ് വെയിറ്റ് ചെയ്യുന്നത്. സീസൺ തുടങ്ങുമ്പോൾ തൊട്ട് ഈ ഒരു ടൈപ്പ് പെർഫോമൻസ് ആണ് ആഴ്സണലിന്റെ ഭാഗത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു ടോട്ടൽ ഡോമിനേഷൻ, ആ ഒരു വ്യക്തത, അറ്റാക്കിംഗ് പ്ലാനിലുള്ള ഒരു വ്യക്തത, ഡിഫെൻസീവ് സോളിഡിറ്റി,
ഈ ഒരു ഫോമിലാണ് ആഴ്സണൽ മുന്നോട്ട് പോകേണ്ടത്. ഒരു ടൈറ്റിൽ റേസ് കണ്ടൻറ്റേഴ്സ് ആയിട്ട് ആഴ്സണൽ നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ടൈറ്റിൽ റേസിന് ഇനിയും തുടരണമെങ്കിലും, അല്ലെങ്കിൽ അവസാനം ആ ടൈറ്റിൽ വിൻ ചെയ്യണമെങ്കിലും ഈ ഒരു ഫോമാണ് ആഴ്സണൽ പ്ലേയേഴ്സും ആ ഒരു മെൻറ്റാലിറ്റിയുമാണ് ആഴ്സണൽ പ്ലേയേഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് എന്നുള്ളതാണ്. ഇനി പ്ലെയർ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറുതായിട്ട് നോട്ട് ചെയ്ത് എല്ലാ പ്ലേയേഴ്സും ആഴ്സണലിൻ്റെ പ്ലേയേഴ്സ് തന്നെ അത്യാവശ്യം ഓക്കെ തന്നെയായിരുന്നു. അങ്ങനെ മോശമായിട്ട് പറയാൻ വലിയ പ്ലേയേഴ്സൊന്നുമില്ല. ജൂലിയൻ ടിമ്മറിൻ്റെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. കാരണം ബെൻ വൈറ്റ് പോയ ഒരു സിറ്റുവേഷനിൽ റൈറ്റ് ബാക്ക് പൊസിഷൻ എടുക്കുന്ന ജൂലിയൻ ടിമ്മർ താൻ ഏത് പൊസിഷനും കളിക്കാൻ, ലെഫ്റ്റ് ബാക്ക് മാത്രമല്ല റൈറ്റ് ബാക്കും സെൻറ്റർ ബാക്കും ഒക്കെ കളിക്കാൻ താൻ കേപ്പബിൾ ആണ് എന്ന് തെളിയിക്കുന്ന പെർഫോമൻസ് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. സോ അദ്ദേഹം നല്ല രീതിയിൽ അപ്രിസിയേഷൻ അറിയിക്കുന്നു. അറ്റാക്കിങ്ങിൽ ബെൻ വൈറ്റ് കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ട് ഏറെക്കുറെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. എസ്പെഷ്യലി ആ ഒഡെഗാർഡ് സാക്ക കോമ്പോൻ്റെ ഉള്ളിൽ മിക്സ് ചെയ്ത് കളിക്കാൻ അദ്ദേഹത്തിന് നന്നായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എനിവേ സ്പോർട്ടിങ് ഈ ഒരു സീസണിൽ ഒരു മത്സരം പോലും നോക്കാതെയാണ് ഈ ഒരു മത്സരത്തിന് വന്നത്. ലീഗ് തുടങ്ങി, റൂബൻ അമോറിമിൻ്റെ കീഴിൽ ലീഗ് തുടങ്ങി, പോർച്ചുഗീസ് ലീഗിലെ തലപ്പത്ത് ഒരു മത്സരം പോലും തോക്കാതെ വന്ന ടീമിന് പ്രതീക്ഷിക്കാത്തൊരു തോൽവി എന്നല്ല, ഒരു നാണം കെട്ട തോൽവി ഇത്രയും ആരും സ്പോർട്ടിങ് ആരാധകരോ പ്ലെയേഴ്സോ പ്രതീക്ഷിച്ച് കാണില്ല. എനിവേ ആഴ്സണൽ അവരുടെ പഴയ കരുത്തിലേക്ക് തിരിച്ചു വന്നതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ്. സോ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടറിയണം. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ടേബിൾ നോക്കുകയാണെങ്കിൽ രണ്ട് ടീമിനും 10 പോയിന്റ് തന്നെയായി. ആഴ്സണൽ ഇപ്പോൾ 7ാമതും സ്പോർട്ടിങ് 8ാമതാണ് നിൽക്കുന്നത്. ആഴ്സണൽ 12ാം സ്ഥാനത്ത് നിന്നാണ് 7ാം സ്ഥാനത്തേക്ക് ഒരു ജമ്പ് എടുത്തിയത്. സോ ഇനി മത്സരങ്ങൾ നടക്കുന്നുണ്ട്. സോ പോയിന്റ്സ് ടേബിളിൽ മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3ാമത്തെ ഗോൾ നേടിയ ഗബ്രിയേൽ ആ കോർണർ ഗോൾ നേടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ ആയിരുന്നു. സ്പോർട്ടിങ്ങിൻ്റെ സ്ട്രൈക്കറായ ഗോയ്ക്കേഴ്സിൻ്റെ മാസ്റ്റ് ബെയിൻ സെലിബ്രേഷൻ ഓൾറെഡി വളരെ ഫേമസ് ആണ് ആരാധകരുടെ ഇടയിൽ. സോ ആ ഒരു സെലിബ്രേഷനെ റിപ്ലിക്കേറ്റ് ചെയ്താണ് ഗബ്രിയേൽ അദ്ദേഹത്തിൻ്റെ ഗോൾ നേട്ടം ആഘോഷിച്ചത്. അതൊക്കെ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പ്ലേയേഴ്സിൻ്റെ റെസ്പോൺസ് എല്ലാം വരുന്നുണ്ട് ആ കാര്യത്തിൽ. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ ആഴ്സണലിൻ്റെ ഒരു ഡോമിനൻറ്റ് പെർഫോമൻസിനെ കുറിച്ചും സ്പോർട്ടിങ്ങിൻ്റെ പെട്ടെന്നുള്ള ഈ മാച്ചിലെ തകർച്ചയെക്കുറിച്ചും നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ ആഴ്സണലിൻ്റെ ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ ഭാവി നിങ്ങളുടെ പ്രഡിക്ഷൻ എത്രത്തോളം അവർ മുന്നോട്ട് പോകും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നമ്മുടെ ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഈ വീഡിയോയ്ക്ക് റീച്ച് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ലൈക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സൈഡ് ലൈൻ ഫുട്ബോൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക എല്ലാവരും. ആൻഡ് നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് സൈഡ് ലൈൻ ഫുട്ബോളിന് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ കഴിയും. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.